ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഷാനാസ് കിച്ചൺ. ഞാനപ്പോൾ ഇന്നൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് മുന്നോട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അരി അടുപ്പിടാനുള്ള തിരക്കിലാണ്. അപ്പോൾ ഞങ്ങൾ ഗ്യാസ് അടുപ്പിൽ തന്നെയാണ് ചോറ് വയ്ക്കുന്നത്. ഇവിടെ വിറകടുപ്പിൻ്റെ സംവിധാനങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഗ്യാസ് അടുപ്പിൽ തന്നെയാണ് ചോറ് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ അരി റേഷൻ അരിയാണ് എടുത്തിരിക്കുന്നത്. റേഷൻ അരിയും വെള്ളയരിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്താണ് ചോറ് വയ്ക്കുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അരി അടുപ്പിടും. അപ്പോൾ അത് അവിടെ കിടന്ന് തിളച്ച് വെന്തോളുമല്ലോ. അപ്പോൾ ആ നേരം കൊണ്ട് എനിക്ക് വേറെ ബാക്കിയുള്ള ജോലികളൊക്കെ നോക്കാം. അപ്പോഴത്തേക്കിന് ചോറ് അവിടെ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്ന നേരം ഞാൻ ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കും. അപ്പം മോന് വേണ്ടിയിട്ട് ഒരു മുട്ട ഇടണമെന്ന് പറഞ്ഞ്, അപ്പോൾ അവന് വേണ്ടി മുട്ട ഇടുകയാണ്. ഞാനിങ്ങനെയാണ് കേട്ടോ, ചോറിൻ്റെ കൂടെ തന്നെ മുട്ടയിട്ട് അവിക്കും. അപ്പോൾ നമുക്ക് ഗ്യാസ് ചിലവില്ലല്ലോ. ഈ അടുപ്പൊന്നും ഇല്ലാത്തവർക്കുള്ള ടെക്നിക്കല്ലേ ഇതൊക്കെ. അപ്പോൾ ഇതിന് വേണ്ടി സെപ്പറേറ്റ് നമ്മൾ ഗ്യാസൊന്നും ചിലവാക്കണ്ട. അപ്പോൾ ഞാൻ ഞണ്ടെടുത്ത് വെളിയിൽ വെച്ചു. അപ്പോൾ നല്ല ഐസായിട്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം ഞണ്ട്. അപ്പോൾ ഇതെടുത്ത് ഒന്നൊന്നായിട്ട് എടുത്ത് മാറ്റി എനിക്ക് ആവശ്യത്തിനുള്ള ഞണ്ട് മാത്രം എടുത്ത് വെളിയിൽ വെക്കുകയാണ്. വെളിയിൽ വെച്ച് ഇത് നല്ല ഐസായിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഞണ്ട്. ഇത് ഐസ് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഐസൊക്കെ മാറി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്ന് നോക്കാം. ഞാൻ ആദ്യം തന്നെ അതിൻ്റെ മുകളിലിരിക്കുന്ന ആ തോടുണ്ടല്ലോ എടുത്ത് മാറ്റിയിട്ട് ആ നടുക്കിരിക്കുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, അഴുക്ക്, അതിന് പൈപ്പിൽ വെള്ളത്തിൽ കാണിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കും. നീറ്റായിട്ട് കഴുകും. അപ്പോൾ തന്നെ നന്നായിട്ട് കണ്ടില്ലേ, ആ വേസ്റ്റൊക്കെ അങ്ങ് പോവും. എന്നിട്ട് അതിൻ്റെ കാലൊക്കെ മുറിച്ച് എടുക്കും. പിന്നെ അതിന് വേണ്ടാത്ത വേസ്റ്റുകളൊക്കെ കളഞ്ഞിട്ട് കാലും മാറ്റിയിട്ട് ഇങ്ങനെയും ഇടാം. പിന്നെ ഇല്ലെങ്കിൽ നമ്മൾ ആ ഫുൾ കാലും എടുത്ത് മാറ്റിയിട്ട് അല്ലാതെ ഇടാം. അപ്പോൾ ഞാൻ രണ്ട് രീതിയിലും ഇടുന്നുണ്ട്. ഞാനത് നിങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട്. അതിൽ കണ്ടോ. ഇനി ഈ ഞണ്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. നല്ല വൃത്തിയായിട്ട് കഴുകണം കേട്ടോ. അപ്പം ഒരു പ്രത്യേക സ്മെല്ലാണ് ഈ ഞണ്ട് എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം. ഈ നേരം കൊണ്ട് നമ്മളെ ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ചോറ്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് വടിച്ച് മാറ്റാം. ഞാൻ അതിന് വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വടിക്കാൻ വേണ്ടി വെച്ചിട്ട് അടുത്തത് നമ്മളെ ഞണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് 2 സവാളയും 1 തക്കാളിയും പാതി ഇഞ്ചിയും പിന്നെ 3-4 വെളുത്തുള്ളിയും 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. നീളത്തിന് കട്ട് ചെയ്ത് മാറ്റണം. ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്ത് എടുക്കണം. ഇനി ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ പാം ഓയിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ പാം ഓയിലും ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ സവാളയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. മുളക് പൊടിയൊക്കെ എരിവിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി എനിക്ക് മിസ്സായിപ്പോയി. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം. മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഞണ്ടും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം ഞാനൊരു കുറച്ച് തേങ്ങാപ്പാൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ തേങ്ങാപ്പാൽ 1-ാം പാൽ 2-ാം പാലെന്നൊന്നുമില്ല. ഞാൻ മൊത്തത്തിലെടുത്ത് അരച്ച് തേങ്ങാപ്പാലാണ്. ഇനി ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. കട്ടിക്ക് വേണമെങ്കിൽ കട്ടിക്ക്, ഇല്ലെങ്കിൽ കുറച്ച് ചാറ് വേണമെന്നുള്ളവർ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് തുറന്ന് നോക്കിയാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിലിരുന്നു. അപ്പോൾ അത് മോന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാണ്. അപ്പോൾ ചിക്കൻ ഫ്രൈ നമ്മുടെ ഞണ്ട് കറിയൊക്കെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ്.